എവിടെ എത്തണമെന്ന് കൃത്യമായ ഒരു വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗിൽ സക്സസ് ആകാം. മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് എങ്ങനെ ചേഞ്ച് ആകുന്നു അതൊരു മാർക്കറ്റിംഗ് ടീമിനെ പറഞ്ഞു തരാൻ പറ്റൂ. ഫെയിൽ ആയെടുത്തു എന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും തുടങ്ങിക്കോ, അടുത്ത യാത്ര തുടങ്ങരുത്. ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിന് ആവശ്യമുള്ള സ്കിൽസ് എന്തൊക്കെയാണെന്ന് സാർ പറയുന്നത്? സ്കിൽസിനെക്കാട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡയറക്ഷനാണ് വേണ്ടത്, അവയർനെസ്. എങ്ങോട്ടാണ് നിങ്ങളുടെ കരിയർ പോകാൻ പോകുന്നുള്ളത്. നീ ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നൊരു സാലറി ഒരു ഹ്യൂജ് സാലറി ഒന്നുമല്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനി, ഡിപ്പെൻഡ്സ് അപ്പോൺ നീ എങ്ങനെയാണ് ആ കമ്പനിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത്. നീ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ പോയിട്ട് അല്ല ഒരു സ്കിൽസ് പറയേണ്ട സമയത്ത് കാണിക്കേണ്ട സമയത്ത് നിന്നെ എങ്ങനെ ഷോ ചെയ്യുന്നുള്ളതാണ്. ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ് നിന്റെ കരിയറിൻ്റെ. ഈ കരിയറിൻ്റെ ബിഗിനിങ്ങിൽ നിന്ന് നീ എങ്ങോട്ടാണ് പോകുന്നത്, ആ ജേർണി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമല്ല. സോ നീ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നീ എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെ സ്കിൽസ് ആ ജേർണിയിൽ നിനക്ക് അക്യൂമുലേറ്റ് ചെയ്യണം, എവിടെ എത്തണമെന്ന് കൃത്യമായ ഒരു വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗിൽ സക്സസ് ആകാം. മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയും സ്കിൽസ് കംപ്ലീറ്റ് പഠിച്ചുകൊണ്ടോ 50% പഠിച്ചുകൊണ്ടോ അല്ല ഇറങ്ങുന്നത്. സ്കിൽസ് നമുക്ക് അക്യൂമുലേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം പുഷപ്പ് പഠിക്കുമ്പോൾ ഒരു പുഷപ്പ് ആയിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ 5 പുഷപ്സ് ആയിരിക്കും. പക്ഷേ എന്ത് ചെയ്യാം, ഒരു വർഷം കഴിയുമ്പോൾ 100 ആക്കാം. പക്ഷേ എന്താണ് ആ ഒരു വർഷം ചെയ്യാൻ പ്രേരിപ്പിച്ചത്? ആ വിഷനാണ്, എൻ്റെ ബോഡി സെറ്റാക്കി എടുക്കണമെന്നുള്ളത്. സോ സ്കിൽസ് നിങ്ങൾ അക്യൂമുലേറ്റ് ചെയ്യും, ബട്ട് യു ഷുഡ് ഹാവ് എ വിഷൻ. ഈ നോർമൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് തമ്മിലത്തെ ഡിഫറൻസ് എന്താണ്? AI വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇനിയുള്ള ജനറേഷൻ തിങ്ക് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് അവർ മാർക്കറ്റിങ്ങിനെ സമീപിക്കുന്നത്. ഇപ്പോൾ പല ആളുകളുടെയും വിചാരം AI മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ കുറച്ച് AI ടൂൾസ് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനെക്കാട്ടി മുന്നേ AI ടൂൾസ് നമുക്ക് എങ്ങനെയും പഠിക്കാം. ഈവൻ ഏത് ടൂൾസ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ പഠിക്കാം. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഫീ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ടൂൾസ് പഠിക്കാൻ വേണ്ടി ഏത് ടൂളായിക്കോട്ടെ, ഇത്ര ഡിഫിക്കൽട്ടുള്ള ടൂളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ കോഴ്സ് കിടപ്പുണ്ട്. പക്ഷേ AI എങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെയാണ് വരാൻ പോകുന്നത്, മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് എങ്ങനെ ചേഞ്ച് ആകുന്നു അതൊരു മാർക്കറ്റിംഗ് ടീമിനെ പറഞ്ഞു തരാൻ പറ്റൂ. ഒരു മെൻറ്റർക്ക് ഒരിക്കലും പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോക്ക് ഗൂഗിൾ ക്രോം. നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഗൂഗിൾ ക്രോമിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിൻ അല്ലെ സെർച്ച് മെഷീൻ വരുമെന്നുള്ളത്? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ChatGPT ആണല്ലേ. ഇതൊരു ഹ്യൂജ് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടൂൾസ് എടുക്കുന്നതിനെ പറ്റി മുന്നേ, അല്ലെങ്കിൽ AI എങ്ങനെ മാർക്കറ്റിംഗിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റി, AI എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഒരു കസ്റ്റമറെ ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളൊരു പ്രൊഡക്റ്റ്, ഇപ്പം സപ്പോസ് ഒരു ഫ്രൂട്ട് ജ്യൂസ് നിങ്ങൾ വിൽക്കുന്നു. ഈ ഫ്രൂട്ട് ജ്യൂസ് നിങ്ങൾ വിൽക്കുമ്പോൾ ഈ കസ്റ്റമർ എങ്ങനെയാണ് ഇതിനെ AI ടൂൾസ് വഴി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അല്ല ഇപ്പോൾ നമ്മുടെ ജ്യൂസിനെ പറ്റി അവർ ChatGPT പോയി സെർച്ച് ചെയ്യുന്നു, എന്താണ് അവർക്ക് കിട്ടുന്നത്? അല്ലെങ്കിൽ AI ടൂൾസ് വരുമ്പോൾ നമ്മൾ ആ ഇൻഡസ്ട്രിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ, മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് എങ്ങനെ, ഇതാദ്യം മനസ്സിലാക്കാം. ഗൂഗിളിൽ ഒരു കാര്യം നമ്മൾ കണ്ടു, അവിടെ സെർച്ച് ചെയ്തു. ChatGPT പോയി ഒരു കാര്യം കണ്ടു, രണ്ട് റിസൾട്ടാണ് കണ്ടെന്ന് നോക്കാം. ഏത് റിസൾട്ടിനായിരിക്കും ഇപ്പം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇപ്പോട്ടെ ChatGPT. വൈ? ബിക്കോസ് നമ്മളെ കൂട്ട് തിങ്ക് ചെയ്യുന്നൊരു മെഷീനാണ്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ പിച്ച് ചെയ്യണം, ഏത് മോഡലാണ് പിച്ച് ചെയ്യേണ്ടത്, എങ്ങനെ AI നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മുടെ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കുന്നു. ഇതാണ് AI മാർക്കറ്റിംഗ്, നോട്ട് ജസ്റ്റ് യൂസിങ് ടൂൾസ്. സാർ പ്രൊഫഷണലി എടുത്ത ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് റിസ്ക് എന്തായിരുന്നു? ഞാൻ +2 സയൻസ് ആയിരുന്നു, BA ഇംഗ്ലീഷ് ആയിരുന്നു, MA സോഷ്യോളജി ആയിരുന്നു, MBA പഠിക്കാണ്ട് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങി. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ റിസ്ക്. പിന്നെ മാർക്കറ്റിംഗ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത്. 5000, 6000, 10,000 രൂപ സാലറി കിട്ടിയിട്ടും വർഷങ്ങളോളം മാർക്കറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എടുത്ത ഏറ്റവും വലിയ റിസ്ക്. ഞാൻ ആദ്യമായിട്ട് 50,000 രൂപ സാലറി കാണുന്നത് എനിക്ക് 31 വയസ്സാകുമ്പോഴാണ്. അതുവരെയും ചെറിയ പൈസയ്ക്കാണ്. പക്ഷേ ആ 31 ഇയേഴ്സ് വരെ എനിക്ക് കിട്ടിയിരുന്ന എക്സ്പീരിയൻസ് കൊണ്ട് പിന്നെ എനിക്ക് ഉണ്ടായ ലൈഫിൽ ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലാണ് എൻ്റെ സാലറിയും എൻ്റെ കരിയറും പോയത്. സോ വാട്ട് മാറ്റേഴ്സ് ഇൻ മാർക്കറ്റിംഗ് ഇൻ ഓൾ ദ ഇൻഡസ്ട്രീസ് എക്സ്പീരിയൻസ് ആണ്. സാലറി നോക്കി പണിയാൻ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ എങ്ങും നമ്മൾ ചെല്ലില്ല. നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിനെ പാഷനേറ്റായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ സ്ട്രഗിൾ ചെയ്യും. നിങ്ങൾ ഏത് ആക്ടേഴ്സിനെ എടുത്തോ, ഡയറക്ടേഴ്സിനെ എടുത്തോ, മ്യൂസിഷ്യൻസിനെ എടുത്തോ, പടം വരയ്ക്കുന്നവരെ എടുത്തോ, ആരെ വേണമെങ്കിലും എടുത്തോ, നിങ്ങൾ ഈ ചെയ്യുന്ന തൊഴിലിൽ പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വർഷം സ്ട്രഗിൾ ചെയ്യും. അത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത വിധത്തിലുള്ള ഫെയിമും പൈസയും നമുക്ക് വരും. നമ്മൾ ഒരാൾക്ക് തോൽപ്പിക്കാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയാവും? നമ്മൾ തോറ്റു എന്ന് നമ്മൾ മനസ്സിൽ പറയുമ്പോഴാണ്. അങ്ങനെ തോറ്റു എന്ന് പറയാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ റോക്കറ്റ് മുന്നോട്ട് പോകുമ്പോൾ അറിയാലോ അടി തീ കത്തുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു സാധനം കത്തിക്കൊണ്ടിരിക്കണം. ആ കത്തുന്ന സാധനമാണ് നമ്മുടെ പാഷൻ. ധൈര്യമായിട്ട് റിസ്ക് എടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സക്സസ്ഫുൾ ആവാൻ. റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുക. കയ്യും വീശി എവിടെയും കയറി ചെല്ലാനുള്ള ധൈര്യം ഉണ്ടായിരിക്കുക. ആരോടും മാന്യമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കുക. ഈ ഒരു സ്കില്ലുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, 100% നമുക്ക് സക്സസ് ആകാം ലൈഫിൽ. 100%. നമുക്കൊരു സ്കില്ലുണ്ട്, നമ്മൾ പാഷനേറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ഫെയിൽ ആവുന്നത്? നമ്മൾ തുടങ്ങും. ഒരു സ്ട്രഗിൾ വരുമ്പം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരെടുക്കെ, അത് നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അച്ഛനാവാം, അമ്മയാവാം, റിലേറ്റീവ്സ് ആവാം,
നമ്മൾ അഡ്വൈസ് ചോദിച്ചിട്ട് നമ്മൾ ആ പാഷൻ അവിടെ വെച്ച് ക്ലോസ് ചെയ്യും, അടുത്ത യാത്ര തുടങ്ങും. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഫെയിൽ ആയെടുത്തു എന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും തുടങ്ങിക്കോ, അടുത്ത യാത്ര തുടങ്ങരുത്. കാരണം എന്താ അറിയോ, ഒരു യാത്ര സക്സസ്ഫുൾ ആക്കാൻ പറ്റാത്ത ഒരാൾക്ക് വേറൊരു യാത്ര സക്സസ് ആക്കാൻ പറ്റില്ല. പറ്റാത്ത കാര്യം ഒരിക്കലും ചെയ്യരുത്. തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാലും അത് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഇതാണ് പാഷൻ എന്ന് പറയുന്നത്. അത് ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ സാർ കരിയറിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു റോൾ മോഡൽ ഉണ്ടാവും. അപ്പോൾ സാറിൻ്റെ റോൾ മോഡൽ ആരാണ്? എൻ്റെ കരിയറിലെ റോൾ മോഡൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ശശി തരൂരിനെയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയാം? റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂരിനെ ഇഷ്ടപ്പെടാൻ, ഈസ് എ ബ്രില്യൻ മാൻ. ഇത്രയും ലാംഗ്വേജ് സംസാരിക്കും, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. പക്ഷേ എക്സ്ട്രീംലി ആളൊരു ഭയങ്കര നാഷണലിസ്റ്റാണ്, ഒരു രാജ്യസ്നേഹിയാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ടൈമിൽ കണ്ടതാണ്. അയാൾ വളരെ അയാളുടെ പൊസിഷനെ പറ്റി ചിന്തിക്കാണ്ട് അയാൾ പറഞ്ഞാണ്, നേഷൻ ഉണ്ടെങ്കിലേ പൊളിറ്റിക്സ് ഉള്ളൂ എന്ന്, അല്ല രാഷ്ട്രം ഉണ്ടെങ്കിൽ രാഷ്ട്രീയം ഉണ്ടെന്ന്. അത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ താല്പര്യങ്ങൾക്കുപരി വേറൊരാളുടെ താല്പര്യം നമ്മൾ സംരക്ഷിക്കുമ്പോഴാണ് നമ്മൾ റിയൽ ഹ്യൂമൻ ബീയിങ് ആവുന്നത്. മനസ്സിലായില്ലേ? എൻ്റെ 100 രൂപ പോയാലും നിൻ്റെ അഭിമാനം പോകരുതെന്ന് ഞാൻ വിചാരിക്കുന്നിടത്താണ് ഞാൻ നല്ലൊരു ഫ്രണ്ട് ആവുന്നത്. അത് ആർക്കും പറയാൻ പറ്റില്ല. അയാളുടെ ബ്രില്യൻസ്, അയാളുടെ ലാംഗ്വേജ്, പുള്ളി വായിക്കുന്ന ബുക്സുകൾ, പുള്ളിയുടെ എക്സ്പീരിയൻസസോ, എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയാൻ വേണ്ടി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ എന്താണ്, ശശി തരൂരാണ്. ചിലപ്പോൾ കേരളത്തിൽ നിന്ന് അധികം ഇ കോമേഴ്സ് ബ്രാൻഡ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യ നോക്കുമ്പോൾ കുറേ യൂണിക്കോൺ ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. സ്വിഗ്ഗി, അതേ സൊമാറ്റോ, പിന്നെ മാൻ മാറ്റേഴ്സ്. കേരളത്തിൽ വന്ന് ബൈജു വന്നു, പക്ഷേ വേഗം പോയി. അത് എന്തുകൊണ്ടാണ്? അവരുടെ സ്കിൽസ് ഇല്ലാത്തതുകൊണ്ടാണോ അതോ നമുക്ക് റിസ്ക് എടുക്കാനുള്ള പേടി കൊണ്ടാണോ? GCC സാറ് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഇ കോമുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നമ്മൾ എന്തുകൊണ്ടാണ് വലിയ വലിയ ബിസിനസ് തുടങ്ങാത്തതെന്നറിയാവും. പക്ഷേ നീ ഇന്ത്യയിലെ ആണെങ്കിലും MNCസിലും പോവാണ്, ടോപ്പ് പോസ്റ്റിലെല്ലാം ഇരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ളവരായിരിക്കും. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ അച്ഛൻ അമ്മ, നമ്മുടെ ഗ്രൂപ്പ്, നമ്മൾ കൺവേ ചെയ്യുന്ന ഗ്രൂപ്പ്. ഇന്നലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു കോളേജിൽ. അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞതാണ്, 2 കുട്ടികൾ റിസർച്ചിന് പോകുമ്പോൾ 10 കുട്ടികൾ പുറത്ത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നു. ഇവരെ അട്രാക്റ്റ് ചെയ്യും. നമ്മുടെ സൊസൈറ്റിയാണ് നമ്മുടെ പ്രശ്നം. റിസ്ക് എടുക്കാൻ നമ്മുടെ സൊസൈറ്റി തയ്യാറല്ല. സക്സസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കമ്പനികളൊന്നും ഒരു രാത്രി പൊട്ടിമുളച്ചതല്ല. ഒരുപാട് പേരുടെ സപ്പോർട്ട്, ഒരുപാട് പേരുടെ അധ്വാനം, സ്കിൽസും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ സൊസൈറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ഈവൻ ഗേൾ ഫ്രണ്ട് പോലും സപ്പോർട്ട് ചെയ്യില്ല. 21 ആകുമ്പോൾ വിളിക്കും, 22 ആകുമ്പോൾ നീ ജോലി മേടിച്ചുകൊണ്ട് എങ്ങനെ കെട്ടിക്കത്തുള്ളൂ. ഡീമോട്ടിവേഷനാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കോൺഫിഡൻസ്, റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി സൊസൈറ്റി നർച്ചർ ചെയ്യുന്നില്ല നമ്മളെ കൂട്ടുള്ളവരെ. എൻ്റെ തലമുറയൊന്നും വളരെ കുറവാണ് നർച്ചർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ തലമുറയിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതല്ല ഇവിടെ വേണ്ടത്. ആദ്യം നമുക്ക് വേണ്ടത് ബിസിനസ് ചെയ്യാനുള്ള മൈൻഡും സൊസൈറ്റിയുടെ സപ്പോർട്ടുമാണ്. അത് കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഭയങ്കര കഷ്ടമാണ്. അതാണ് മെയിൻ റീസൺ. IB എന്തിനാണ് സാർ തുടങ്ങിയത്? ആൻഡ് IBയുടെ അൾട്ടിമേറ്റ് ഗോൾ സാറിൻ്റെ പെർസ്പെക്റ്റീവിൽ? എൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഓണേഴ്സിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമാണ്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് IB ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേരളത്തിലെ അത്യാവശ്യം ഏറ്റവും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. AI ആണ് നെക്സ്റ്റ് ബിഗ് തിങ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗിൽ AIക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് കുറേ സ്റ്റുഡൻസ് ഒക്കെ ആയി, നല്ല ബാച്ചുകളൊക്കെ ആയി, എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു R&D ഫെസിലിറ്റി തുടങ്ങണമെന്നുണ്ട് AIയുടെ. ആ ഒരു R&D ഫെസിലിറ്റി കൂടെ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു പ്രൊഡക്റ്റ്, അത് ഡിഫൻസ് സൈഡിലെങ്കിൽ ഡിഫൻസ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈഡിൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മേ ബി അത് ഒരു 5 ഇയേഴ്സിനുള്ളിൽ സംഭവിക്കുമായിരിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് R&D ഡെവലപ്മെൻറ്റ്, നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. IBയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അതാണ് AIയും BIയും വന്നത്. BI ബിസിനസ് ഇന്നോവേഷനാണ്. ഇവിടുന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ജോലി ചെയ്യണം, 25,000 രൂപയ്ക്ക് 30,000 രൂപയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക, ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു വാക്കിലേക്ക് ഇറങ്ങുക, നിങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഈ മാർക്കറ്റിംഗ് പ്രയോജനപ്പെടും. മാർക്കറ്റിംഗ് എല്ലാവരും പറയുന്ന ടൂൾസ് ആണെന്നാണ്. മാർക്കറ്റിംഗ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ്റെ മൈൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നല്ലപോലെ സംസാരിക്കാൻ പറ്റുക, ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ്റെ മൈൻഡ് മനസ്സിലാക്കാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റർ ആവാം. 1 മന്ത് ആയതേ ഉള്ളൂ AB ക്യാമ്പസ് സ്റ്റാർട്ടായിട്ട്. അറൗണ്ട് 150 അഡ്മിഷൻസ് ഞാൻ ചെയ്തു. ചെറിയ കമ്പനി അല്ലെങ്കിൽ ഒരു വലിയ കമ്പനി എന്നുള്ളതല്ല. ഇത്രയും മാർക്കറ്റിംഗ് കമ്പനികളുടെ ഇടയ്ക്ക് 1 മന്ത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. സാർ, നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പണ്ട് തൊട്ടേ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സിലേക്ക് എന്താണ് ഇതിൻ്റെ ഒരു സ്കോപ്പ് വരുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പണ്ട് തൊട്ടേ ചൂസ് ചെയ്യുന്നൊരു കോഴ്സല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കരിയറൊക്കെ ഡെവലപ്പ് ആകാൻ തുടങ്ങി ഒരു 4 to 5 ഇയേഴ്സേ ആയിട്ടുള്ളൂ. അതിന് മുന്നേ മാർക്കറ്റിംഗ് ആയിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ നമുക്കൊരു 10 വർഷം മുന്നേ എടുത്ത ഇൻസ്റ്റഗ്രാം ഉണ്ടോ? ഇല്ലല്ലോ. ഫേസ്ബുക്കേ ഉള്ളൂ.
ആ സമയത്ത് ഫേസ്ബുക്ക് ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, ആ സമയത്തും കമ്പനീസ് വലുതായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇന്നും കേരളത്തിലെ 60% അല്ലെ 70% കമ്പനീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നതേ ഇല്ല. നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത് ഒരു 10% കമ്പനീസാണ്. ദാറ്റ് മീൻസ് 90% കമ്പനീസ് ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല. അത്ര വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കിടക്കുന്നത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം പല കമ്പനികളും ചെയ്യുന്നത് ജോബ് കിട്ടാനുള്ള ഒരു സാധനമായിട്ട് പ്ലേസ് ചെയ്യുന്നത്. ജോബ് ഒരു സൈഡ് മാത്രമാണ്. നിങ്ങളുടെ ബിസിനസ് സക്സസ് ആക്കാൻ ഉപയോഗിക്കാം. നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസർ ആവാം, നിങ്ങൾക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, ഫ്രീലാൻസ് ചെയ്യാം, ജോബ് ചെയ്യാം, അടുത്ത കരിയറിലേക്ക് നിങ്ങൾക്ക് പോവാം. കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. കൊച്ചിയിൽ ഞാൻ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസമായിട്ടേ ഉള്ളൂ. നിങ്ങളെ കാത്തിരിക്കുന്ന ഇനി വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 90% ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ലോവർ ടയറിൽ, അതായത് നിങ്ങൾ പഠിച്ചിട്ടിറങ്ങുന്ന സെഗ്മെന്റിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. നമ്മുടെ കരിയർ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ ആദ്യം നീ മാർക്കറ്റർ ആവുന്നു, നിനക്കൊരു മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം, ഫ്രീലാൻസ് വർക്ക് എടുക്കാം, 5 പേരെ നിന്റെ കൂടെ കൂട്ടാം, ബിസിനസ് തുടങ്ങാം, നിനക്ക് ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ആക്കാൻ നിനക്ക് വളരെ സിമ്പിളാടാ. വീട്ടിലൊരു ഓയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 100 ഓർഡർ എല്ലാ മാസവും കിട്ടും. ജോബ് എന്ന രീതിയിൽ മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വമ്പം പരാജയമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞു റിസ്ക് എടുക്കാന്ന് നമുക്ക് പറയാൻ ഭയങ്കര ഒരു ഇതാണ്. പക്ഷെ അത് റിസ്കിലോട്ട് ഇറങ്ങുമ്പോൾ അത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നമ്മൾ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താ പറയുക, നമ്മൾ റിസ്ക് ആണ് എടുക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് അറിയാറില്ല. നമുക്കൊരു പണി വന്നു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ എടുത്ത് റിസ്ക് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ബിസിനസ് ഇട്ടു, പല ആളുകളും പറയുമായിരിക്കും ഈടെടുത്തും, ചില ആളുകൾ പറയും സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഞാനത് സ്റ്റാർട്ട് ചെയ്തു, ഒരു സൈഡിൽ സ്റ്റോപ്പായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത്, ഞാൻ റിസ്ക് എടുത്തതെന്ന്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ കട്ടായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. ആദ്യം നമ്മൾ നമ്മുടെ കോഴ്സ് നല്ലപോലെ പഠിക്കുക. നല്ലപോലെ പഠിച്ച ശേഷം പല ആളുകൾക്കും പറ്റുന്നത് ഇവർ ജോലിക്ക് പോയി ഇവർ ജോലിയുടെ ഭാഗമായിട്ട് മാറും, അപ്ഡേഷൻ ചെയ്യുന്നില്ല. നിന്റെ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞു, നീ ജോലി ചെയ്യുമ്പോൾ നീ ഇവിടെ പഠിച്ച ഏതെങ്കിലും ഒരു സെഗ്മെന്റിലായിരിക്കും നീ ജോലി ചെയ്യുന്നത്. ചിലപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഇ-കൊമേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ SEO ആയിരിക്കും, ചിലപ്പോൾ ഗൂഗിൾ ആഡ്സ് സെപ്പറേറ്റ് ആയിരിക്കും, ചിലപ്പോൾ വിഷ്വൽ മർച്ചൻഡൈസർ ആയിരിക്കും, ഏതെങ്കിലും ഒരു ഫീൽഡിലായിരിക്കും. നീ അവിടെ നിന്ന് അപ്ഡേഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കരിയർ സ്ട്രക്കാണ്. ഫസ്റ്റ് കമ്പനി 6 മന്ത് വർക്ക് ചെയ്യുമെന്ന് വെക്കാം. ഓക്കെ, 6 മന്ത് ആയപ്പം അവിടുന്ന് കിട്ടുന്ന സാലറി സപ്പോസ് 25K 30K ആണെന്ന് വെക്കാം. അടുത്ത കമ്പനി പോകുമ്പോൾ എത്ര രൂപ സാലറി ഞാൻ കൂട്ടി ചോദിക്കും. കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റണം, അടുത്ത കമ്പനിയിൽ എനിക്ക് 50K വേണം, എൻ്റെ ക്വാളിറ്റീസ് ഇന്നതാണ്, ഇത്രയത്തെ അപ്ഡേഷൻ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത്രയത്തെ പ്രൊജക്റ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് എൻ്റെ ക്വാളിറ്റി, ഗിവ് മീ 50,000. ഇവർ തരും. ബിക്കോസ് നീ കോൺഫിഡൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നീ ചോദിക്കുന്നത്. ഇങ്ങനെയാണ് നീ നിന്റെ കരിയറിൽ റൈസ് ആയി പോകേണ്ടത്. ഇവിടെ നീ ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കുമ്പം അത് വേറെയാണ്. ആ ഡിസിഷന് എന്തൊക്കെ റിസ്ക് നീ എടുക്കണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, അതനുസരിച്ച് പോകണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നീ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് നീ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത അർജൻറ്റായിട്ട് ചെയ്യേണ്ടത് നീ എടുക്കുന്ന ഫീൽഡിൽ അടുത്ത അപ്ഡേഷൻ കോഴ്സ് ചെയ്യുക. അതിൻ്റെ പുതിയ സ്കിൽസ് എന്തൊക്കെയാണ്, ടൂൾസ് എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് വേറൊരാൾ 5 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുന്ന കരിയർ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. സാർ, നമുക്ക് എല്ലാവർക്കും പ്രഷർ സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ സാറിന് വരുന്ന പ്രഷർ സിറ്റുവേഷൻസ് സാർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? എനിക്ക് വന്നൊരു പ്രഷർ സിറ്റുവേഷൻ ഞാൻ നിന്നെടുക്കുക പറയാം. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എൻ്റെ മുഴുവൻ സമ്പാദ്യവും, എൻ്റെ വീടും, എൻ്റെ എല്ലാവിധ വസ്തുക്കളും പോയിട്ട് ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് ഒരുപാട് നാൾ. ദുബായിൽ ഞാൻ ചെന്നിട്ട് ഒരു ചായ കുടിക്കാൻ പൈസ ഇല്ലാണ്ട് ഞാൻ മാസങ്ങളോളം ഞാൻ ചായക്കടയുടെ ഫ്രണ്ടിൽ കൂടെ ഞാൻ നടന്നിട്ടുണ്ട്. ഒരു ചായ കുടിക്കാൻ എൻ്റെ കയ്യിൽ സാലറി 1ാം തീയതി ജോലിക്ക് കയറിയെങ്കിൽ അഡ്വാൻസ് മേടിച്ചു, റൂം കാര്യങ്ങളൊക്കെ എടുത്തു, നാട്ടിലേക്കുള്ള ഫണ്ട് അയച്ചു, മെസ്സിനുള്ള പൈസ കൊടുത്തു. ചായ കുടിക്കാൻ കടം ചോദിക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു മാസം മുഴുവൻ ചായ ഭയങ്കര ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഞാൻ നടന്നിട്ടുണ്ട്. അതെൻ്റെ ലൈഫിൽ സംഭവിച്ചത് എൻ്റെ 32ാമത്തെ വയസ്സിലാണ്. ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്ക് ജീവിതം നഷ്ടപ്പെട്ടു. ഡിപ്രഷൻ അടിച്ചു, ഈവൻ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചു എന്ന് പറയുന്നതിന് അപ്പുറം വരെ ഞാൻ പോയി. അവിടെ ഞാൻ തിരിച്ചു വന്നു. ഞാൻ ആ സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി എനിക്ക് 3 വർഷം വേണ്ടി വന്നു. ആ 3 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത്, വേറെ ആരുമില്ല. നരകത്തിൽ കൂടെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ പോവുക, ഒരു ദിവസം അത് തീരും. സാർ, നമുക്ക് കേരളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാലറി കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പുറത്തേക്ക് ഇതിന് വളരെ വലിയതായിട്ടുള്ള രീതിയിലുള്ള സ്കോപ്പ് ഉണ്ടാകുന്നത്? പക്ഷേ കേരളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റുകാരെ ആവശ്യമാണ്, പക്ഷെ കൂടുതൽ ഹയർ ചെയ്യുന്നത് പുറത്തേക്കുമാണ്. എല്ലാവരും പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് പുറത്തേക്ക് തന്നെയാണ്. കേരളത്തിൽ പൊതുവെ അറിയാമല്ലോ, സാലറി കുറവാണ്. ഇപ്പം ഒരു AI എഞ്ചിനീയർക്ക് കേരളത്തിൽ കിട്ടുന്നതിൻ്റെ 3 times 4 times ആണ് ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ഹൈദരാബാദിലോ കിട്ടുന്നത്. ഇത് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലും പറ്റുന്നത്. പക്ഷേ നിങ്ങൾ കേരളത്തിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്
പുറത്തോട്ട് ഇപ്പോൾ ബാംഗ്ലൂരിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഹയർ ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും. അതിൻ്റെ കാര്യം എന്താ അറിയോ? നിങ്ങൾക്ക് സ്കില്ലില്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇത് അവർ നോക്കും. ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മളെ കൂട്ട് പേടിച്ചോ അല്ലെങ്കിൽ നമ്മളെ കൂട്ട് സംസാരിക്കാൻ മടിയായിട്ടോ ഇരിക്കുന്നവരല്ല. അവരുടെ ഏറ്റവും വലിയ കഴിവ് അവരുടെ കോൺഫിഡൻസാണ്. ഒരു കമ്പനി ചെന്നിട്ട് അവരെ വിൽക്കാൻ, അവരെ പ്രസൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത്ര ഹ്യൂജാണ് അവരുടെ. കരിയർ അച്ചീവ്മെന്റ് എന്താണ്? കരിയറോട്ട് ഇറങ്ങിയില്ലേ? കരിയർ അച്ചീവ്മെന്റ്. എൻ്റെ കരിയറിൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ 120% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ റിസൾട്ട് നോക്കാറില്ല. ഒരുപാട് മണ്ടത്തരങ്ങൾ മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്, സെയിൽസിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചെയ്യുന്ന ജോലി ഇനി ഒരു 20 വർഷം കൂടെ ചെയ്താലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അതായത് രാവിലെ ഞാൻ ഇന്ന് ഉറങ്ങാൻ കിടന്നത് 4 മണിക്കാണ്. ഞാൻ 9 മണിക്ക് ഇവിടെ വന്നു സെയിൽസ് ടീമിന് ട്രെയിനിങ് കൊടുത്തു 3 മണിക്കൂർ. അതിനുശേഷം 1 മണിക്കൂറായിട്ട് നിങ്ങൾ അടുക്കിയിരിക്കുന്നു. ഇനി അടുത്ത പരിപാടികൾ. എനിക്ക് ക്ഷീണമില്ല. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്. അത് ചെയ്യുന്ന ജോലിയിൽ ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ വീട്ടിലുള്ള വൈഫോ കുഞ്ഞോ അല്ല അമ്മയുടെ അടുക്ക ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് രാവിലെ ഇറങ്ങുന്നതും തിരിച്ച് ചെല്ലുന്നതും. സാറേ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൽ ആദ്യം ഈ ട്രസ്റ്റ് എടുത്ത് ഇപ്പുറത്തിടണം. ഇൻഫ്ലുവൻസർ, ട്രസ്റ്റ്, മാർക്കറ്റിംഗ്. നിങ്ങൾ ആലോചിക്കൂ, ഞാനൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയെന്ന് വെക്കാം. നമ്മുടെ ഫേമസ് ആയിട്ട് ഇൻഫ്ലുവൻസറാണ് ഷസാമിൻ്റെ കൊണ്ടു കൊടുത്തു. ഒരു പൈസയ്ക്ക് കൊള്ളാത്ത സാധനമാണ്. നീ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഷസാം പറയുന്നത് എൻ്റെ ഈ ചുരുളൻമുഴിയുടെ രഹസ്യം ഈ ഓയിലാണെന്ന്. നീ മേടിക്കുമോ ഇല്ലയോ? മേടിക്കും. ഒരു 10,000 പേരത് മേടിക്കും. ഒരു കുപ്പിക്ക് ഒരു 500 രൂപ വെച്ചോ 300 രൂപ വെച്ചോ ഒക്കെ പ്രോഫിറ്റ് കിട്ടിയാലും ഭയങ്കര പ്രോഫിറ്റ് ആയിരിക്കും. ആരുടെ ട്രസ്റ്റാണ് ബിൽഡ് ചെയ്യുന്നത്. സോ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. സാറ് ദുബായിൽ നിന്ന് 0 തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞുതരുമോ? എങ്ങനെ തുടങ്ങിയത്? ആദ്യം പട്ടിണി കിടന്ന്, പിന്നെ ജോലി അന്വേഷിച്ച് നടന്ന്, ജോലി കിട്ടി, പെട്ടെന്ന് തന്നെ ആ ജോലി പോയി. ആ ജോലി പോയാൽ എങ്ങനെയാണെന്ന് എനിക്കറിയാമോ? ഒരു കമ്പനി എന്നെ ജോലിക്ക് എടുത്ത് 2 മാസമായപ്പം ആ കമ്പനിയുടെ 5-6 എംപ്ലോയീസിനെ ചേർത്തുകൊണ്ടാണ് കമ്പനി അങ്ങ് തുടങ്ങി ചെയ്തത്. 1 മാസം കൊണ്ട് ആ കമ്പനി പൂട്ടി, വീണ്ടും പട്ടിണി. ഓക്കെ, അടുത്ത കമ്പനി ജോലിക്ക് പോയി കയറി, കുറച്ച് കുഴപ്പമില്ലാത്ത സാലറി ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ നിന്ന് ഞാൻ 2 മാസം വർക്ക് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. കാരണം ആ കമ്പനിയിൽ നിന്ന് ഞാൻ എൻ്റെ എംപ്ലോയി ആയിരിക്കും എനിക്ക് മനസ്സിലായി. അടുത്ത കമ്പനി പോയി കയറി 1 വർഷത്തോളം ജോലി ചെയ്തു. കാരണം അപ്പോഴത്തേക്കും വമ്പം കടവായി, പിന്നെ റിസ്ക് എടുക്കാൻ പറ്റാത്ത കടവായി. കടവായിട്ട് എന്ത് ചെയ്തു? 1 വർഷം ആ കമ്പനി വർക്ക് ചെയ്തു, വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. അടുത്ത കമ്പനി പോയി കയറി. അടുത്ത കമ്പനി പോയി കയറിയപ്പം കുറേ ബന്ധങ്ങൾ കിട്ടി മാർക്കറ്റിങ്ങിന്. ആ ബന്ധങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് മനസ്സിലായി എനിക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് കുറച്ച് സ്കിൽസ് ഉണ്ടെന്ന്. അവർ കൂടെ വലിയ വലിയ ബന്ധങ്ങളിലേക്ക് ചെന്നു. ആ ബന്ധങ്ങളിലേക്ക് ചെന്നപ്പോഴത്തേക്കും എന്നെ ആളുകൾ വിശ്വസിച്ച് വലിയ വലിയ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു. അത് സക്സസ് ആക്കി കൊടുക്കാൻ പറ്റി. പക്ഷേ ഞാൻ ആ വലിയ വലിയ ബന്ധങ്ങളിൽ ചെന്ന എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ആദ്യത്തെ 3 കമ്പനി പട്ടിണി കിടക്കുമ്പോഴും ഞാൻ വലിച്ചെറിഞ്ഞു. ആ റിസ്ക്കാണ് എന്നെ ഒരു ഇരുത്തിയത്.